A+2 ഇന്നത്തെ എപ്പിസോഡ് സംസ്ഥാനത്തെ പെൻഷൻകാരായ സർക്കാർ മുൻ ജീവനക്കാർക്ക് വേണ്ടിയുള്ളതാണ്. സർവീസ് പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു വിവരവും തുടർന്ന് ഈ സർവീസിൽ ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് 2 വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം അറിയേണ്ടത് പെൻഷൻകാർക്ക് വേണ്ടി ഒരു പുതിയ മൊബൈൽ ആപ്പ് ഇപ്പോൾ നടപ്പിൽ വന്നിട്ടുണ്ട്. ഈ മൊബൈൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന സർവീസ് പെൻഷനർമാർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും. ഈ പതിപ്പ് കേരള പെൻഷൻ ആപ്പ് 2020 എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഡിസ്ക്രിപ്ഷനിൽ അത് കാണിച്ചിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രഷറിയിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ആളിൻ്റെ ഒപ്പം ഫോട്ടോയും ഈ ആപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്ന മുറയ്ക്ക് ഈ ആപ്പിൽ നിന്ന് ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് സർവീസ് പെൻഷനർക്ക് എടുക്കാവുന്നതാണ്. മാത്രമല്ല പെൻഷൻകാർ മസ്റ്റർ ചെയ്യണം എന്ന് കാണിച്ചുകൊണ്ട് മസ്റ്ററിംഗ് തീയതിക്ക് ഒരു മാസം മുമ്പ് തന്നെ SMS-ഉം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരുടെ മൊബൈലിലേക്ക് എത്തുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് സർവീസ് പെൻഷൻ വാങ്ങുന്ന സംസ്ഥാന ജീവനക്കാർക്ക് വളരെ ഗുണം ചെയ്യും എന്ന് പ്രത്യേകം ഓർക്കുക. അടുത്ത് മറ്റൊരു വിവരം സർവീസിൽ ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ജനുവരി 15 മുമ്പായി തന്നെ പാർട്ട് ടൈം ജീവനക്കാർ ഒഴികെയുള്ള എല്ലാ സർക്കാർ ജീവനക്കാരും അവരുടെ 2024 സാമ്പത്തിക വർഷത്തെ സ്വത്ത് വിവരം സ്പാർക്ക് സോഫ്റ്റ്വെയർ മുഖേന ഓൺലൈനായി നൽകണം എന്നുള്ളതാണ് ഉത്തരവ്. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൻ്റെ സർക്കുലറാണ് ഈ ഓർമ്മപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഈ വാർഷിക സ്വത്ത് വിവര പത്രിക യഥാസമയം സമർപ്പിക്കാതെ വന്നാൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകും എന്ന് ഭരണപരിഷ്കാര വകുപ്പിൻ്റെ ഈ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ജീവനക്കാരുടെ സ്ഥാനക്കയറ്റമായാലും സ്ഥലം മാറ്റമായാലും ഇത് ചെയ്യാത്ത അഥവാ സ്വത്ത് വിവരം അറിയിക്കാത്ത ജീവനക്കാരുടേത് ഉൾപ്പെടുത്തുകയില്ല. അവരുടെ ട്രാൻസ്ഫർ നടപടികളും മാറ്റിവെക്കും, അവരുടെ പ്രൊമോഷനും മാറ്റിവെക്കും എന്ന് ചുരുക്കം. അതുകൊണ്ട് തീർച്ചയായും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സർക്കാർ സർവീസിൽ ഉള്ളവർ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അവർ ജനുവരി 15 മുമ്പ് തന്നെ സ്വത്ത് വിവരം നൽകാനും അവർ പ്രത്യേകിച്ച് കരുതലെടുക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. A+2 ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന മറ്റൊരു വിവരം, അതായത് ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടി പങ്കുവെക്കുന്ന വിവരമാണ്. ഒരു സന്തോഷ വാർത്തയാണ്. ക്ഷാമബത്ത എന്ന് കൊടുക്കും എന്ന് അടുത്ത മാസം തന്നെ അറിയിക്കാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സർക്കാരിന് നിർദ്ദേശം നൽകി എന്നുള്ള വാർത്തയാണ്. നാളിതുവരെ ഈ DA അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ ക്ഷാമബത്ത എന്ന് കൊടുക്കും എന്ന് സംസ്ഥാന സർക്കാർ ഒരു വ്യക്തമായ വിവരം നൽകിയിരുന്നില്ല. ഇത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ NGO അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ KATയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് ജനുവരി 3-ാമത്തെ ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ സർക്കാർ ആ വിവരം അറിയിക്കണം എന്ന് വ്യക്തമായും KAT സർക്കാരിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 2021 ജനുവരി മുതൽ 2024 വരെയുള്ള 7 കുടിശ്ശികയാണ് ക്ഷാമബത്ത ഇനത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോഴും ലഭിക്കാത്തത്. ഇത് കൊടുക്കുന്നത് സംബന്ധിച്ച് മുമ്പ് പല ഡേറ്റുകളുമൊക്കെ പറഞ്ഞെങ്കിലും അത് ഒന്നും തന്നെ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3 വർഷമായി കുടിശ്ശിക അനുവദിക്കുന്നില്ല എന്നുള്ളതും ഈ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ വലിയ സങ്കടങ്ങൾ ആയിരുന്നു. അതിന് ഇപ്പോൾ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ വേണമെങ്കിൽ ഇത് നമുക്ക് കണക്കാക്കാം. എങ്കിലും ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയേണ്ടി വരുന്നു. ഇത് എന്ന് നൽകുമെന്ന് അറിയിക്കണം എന്ന് മാത്രമേ
KAT സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇത് ഇത്രാം തീയതിക്കുള്ളിൽ കൊടുക്കണം എന്ന് KATയുടെ ഇപ്പോഴുള്ള നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടില്ല. തീയതി പ്രഖ്യാപിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സർക്കാർ ഏതെങ്കിലും കാരണത്താൽ ഒരു സാമ്പത്തിക സൗകര്യം കണക്കിൽ എടുത്തുകൊണ്ട് ഒരു തീയതി ഇപ്പോൾ KATയെ അറിയിച്ചേക്കും എന്നുള്ളതാണ്. അതിന് ജനുവരി 3-ാമത്തെ ആഴ്ച വരെ സർക്കാരിന് സമയമുണ്ട് താനും. അപ്പോൾ അന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ക്ഷാമബത്ത സർക്കാർ ജീവനക്കാർക്ക് എന്ന് കിട്ടും എന്ന തീയതിയെക്കുറിച്ചിട്ടുള്ള വിവരം മാത്രമായിരിക്കും. അല്ലാതെ അത് ഇത്രാം തീയതിക്കുള്ളിൽ കൊടുക്കണം എന്ന് KAT നിർദ്ദേശം കൊടുത്തിട്ടില്ല. അത് സർക്കാരിൻ്റെ പോളിസി ഡിസിഷൻ്റെ ഭാഗം ആയതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് നിഗമനത്തിൽ എത്താം എന്നുള്ളതേ ഉള്ളൂ. ഈ ചാനൽ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇതുപോലുള്ള എപ്പിസോഡുകൾ ഇനിയും ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷ. നന്ദി.